ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ്. ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. സിബിൽ ഒന്നും നോക്കാതെ ഏറ്റവും കുറഞ്ഞ സിബിലിൽ അല്ലെങ്കിൽ സിബിലില്ലാതെ നെഗറ്റീവ് സിബിലിൽ ലോൺ കൊടുക്കുന്ന NBFC എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വാട്സപ്പിൽ എനിക്ക് മെസ്സേജും കോൾസുകളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിത് ആദ്യം കണ്ടിട്ട് പോകരുത്, കുറച്ചെങ്കിലും കാണുക, കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ന്യൂസിലെല്ലാം നമ്മുടെ റിപ്പോർട്ടർ ചാനൽ കണ്ടു, സിബിലിനെ കുറിച്ചൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അത് വരട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അത് വിശ്വസിക്കാം. കാരണം സിബിൽ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. നമ്മുടെ എല്ലാ ഡേറ്റ വിവരങ്ങളും സൂക്ഷിക്കുന്നത് ഒരു സിബിൽ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു വ്യവസ്ഥകൾ എത്രമാത്രം സുതാര്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ന്യൂസിലെല്ലാം ആ ഒരു ഇൻഫർമേഷൻ എല്ലാം പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ വരും സമയങ്ങളിൽ ചിലപ്പോൾ സിബിൽ നമുക്ക് എന്തെങ്കിലും അയവുകൾ തന്നിരിക്കാം. തീർച്ചയായിട്ടും അതിപ്പോൾ ഇതെല്ലാം ബാധിക്കുന്നത് ഈ ഒരു താഴേക്കിടയിലുള്ള ആൾക്കാരെയാണ്. ഒരിക്കലും പണമുള്ളവരെ സിബിൽ ബാധിക്കില്ല. നമ്മൾ പൈസ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും ലോൺ നമ്മൾ കറക്റ്റ് അടയ്ക്കുന്നതായിരിക്കാം, പക്ഷേ ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും എമർജൻസി വരുന്ന സമയത്ത് ലോൺ മുടങ്ങി സിബിലിൽ ഒരു മാസം മുടങ്ങിയാൽ പോലും അവർ സിബിലിൽ നല്ല രീതിയിലുള്ള കുറവാണ് വരുത്തുന്നത്. അപ്പോൾ അത് റിപ്പോർട്ട് ചാനലെല്ലാം പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് പോട്ടെ, ഞാനത് പിന്നീടൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുന്ദൻ ഫിനാൻസ് എന്ന് പറയുന്നൊരു NBFCയെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാനുള്ള കാരണം ഒരുപാട് പേർക്ക് നമ്മുടെ ചാനലിലുള്ള ഏകദേശം 95% പേർക്കും, അതായത് നേരത്തെ പറഞ്ഞ പോലെ സിബിൽ ഉണ്ടെങ്കിലും ഇനി മറ്റേതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല, സിബിൽ നെഗറ്റീവ് ആണെങ്കിൽ പോലും ഇവർ ലോൺ ഫസ്റ്റ് ടൈമിൽ ഒരു 10,000 രൂപ ഇവർ ലോൺ കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഓക്കെ പറയാം. കാരണം മറ്റ് ഫിനാൻസും മറ്റ് RBI ആപ്ലിക്കേഷൻസ് ഒന്നും ഇത്രയും സിബിലോ അല്ലെങ്കിൽ ഇതിലൊന്നും ലോൺ കൊടുക്കില്ല. അവ ഇവർ കൊടുക്കുന്നു. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കയ്യിൽ നിന്നും ഒരു 10,000 രൂപ ലോൺ എടുക്കുകയാണ്. ഈ 10,000 രൂപ എടുക്കുകയാണെങ്കിൽ ഇവർ നമുക്ക് തരുന്ന നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത് ഏകദേശം 8,000 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത്. അവിടെ തന്നെ 2,000 രൂപ നമുക്ക് നഷ്ടമായി. പിന്നെ അവർക്ക് നമ്മൾ അധികം അടയ്ക്കാനുള്ളത് നിങ്ങൾ 30 ദിവസം കൊണ്ട് അവർക്ക് അടയ്ക്കാനുള്ള തുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് 13,000 രൂപ നിങ്ങൾക്ക് അവിടെ അടയ്ക്കണം. മൊത്തത്തിൽ 3ഉം 2ഉം 5, അതായത് 5,000 രൂപയുടെ ഡിഫറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഓരോ മാസവും. ഈ ഓരോ മാസവും 5,000 വെച്ച് കൂട്ടുമ്പോൾ ഒരു വർഷത്തിൽ 60,000 രൂപയോളം ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇൻട്രസ്റ്റ് പലിശ എത്രത്തോളം കൂടുതലാണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകും. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഈ ഒരു ഫിനാൻസിൽ നിന്ന് മുമ്പ് നമ്മുടെ റാം ഫിൻകോർപ്പ് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അവരുടെ പേര് മാറ്റി കുന്ദൻ ഫിനാൻസ് എന്നാണ് ആക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നും ആരും ലോൺ എടുക്കരുത്. നിങ്ങൾ ഇനി 3 നേരവും കഞ്ഞി കുടിച്ചാൽ പോലും ഇതിൽ നിന്ന് ലോൺ എടുക്കരുത്. കാരണം ഇത് അത്രയേറെ ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു NBFC ആണ് ഈ ഒരു കുന്ദൻ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ ഒരു 8,000 രൂപ എടുത്തിട്ടുണ്ട്. എനിക്കിനി അടയ്ക്കാനുള്ളത് 13,100 രൂപയാണ്. 3-ാം തീയതിയാണ് ഇതിൻ്റെ EMI ഡേറ്റ് വരുന്നത്. അപ്പോൾ 100 രൂപ ഇപ്പോൾ ഒരു 13,100 രൂപയാണ്. നേരത്തെ പറയുന്നത് 13,000ആണ്, പക്ഷേ ഒരു 100 രൂപയുടെ അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 5,100 ആയിട്ട് ഞാൻ ഏകദേശം 4-5 മാസത്തോളം ഇതിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങളായതുകൊണ്ട് മാത്രമാണ്, അതായത് ജെനുവിൻ റീസൺസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിൽ നിന്ന് എടുത്തിട്ട് പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അടച്ചു പോകുന്നത്. ഇപ്പോൾ ഇവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫുൾ പേയ്മെൻറ്റ് ആണെങ്കിൽ 13,000 അടച്ചാൽ മതി. പാർട്ട് പേയ്മെൻറ്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എത്ര രൂപയാണ് അത്രയും രൂപ അടച്ചാൽ മതി. അത് കുഴപ്പമില്ല. പക്ഷേ നമ്മളിത് ഒരുമിച്ച് അടയ്ക്കുമ്പോൾ വലിയ കൂടുതലാണ് ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് എല്ലാം മാർവാഡീസാണ്. അപ്പോൾ അവരുടേതൊക്കെ രീതികളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയുമല്ലോ. മാർവാഡീസ് എങ്ങനെയാണ് പലിശ എടുക്കുന്നത്. പണ്ടത്തെ വട്ടിപ്പലിശ പോലെ തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. വട്ടിപ്പലിശയുടെ കാട്ടിയും, അതായത് 5 ബ്ലേഡ് ചേർത്ത് വെച്ചാൽ പോലും ഇത്രയും ഇൻട്രസ്റ്റ് വരില്ല. അത്രയും ഹ്യൂജ് പലിശയാണ് ഇവർ നമ്മളിൽ നിന്നും ഈടാക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ RBIയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളോ എന്തെങ്കിലും നിയമങ്ങൾ ഭാവിയിൽ കൊണ്ടുവരട്ടെ എന്ന് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത്രയും ഇൻട്രസ്റ്റ് ഒന്നും ഒരാളിൽ നിന്ന് ഒരു മാസം
മാസത്തിൽ എടുക്കാൻ പാടില്ല ഒരു കാരണവശാലും. അപ്പോൾ ഇതൊക്കെ RBIയുടെ അല്ലെങ്കിൽ RBIയുടെ ആ ഒരു കീഴിലാണ് നടക്കുന്നതെന്ന് അറിയുമ്പോൾ ഒരു പ്രത്യേക വിഷമമാണ്. ഓക്കെ, കാരണം നമ്മുടെ ഒരുപാട് ബാങ്കുകളുണ്ട്. അപ്പം SBI ആയാൽ പോലും ഇത്രയും ഇൻട്രസ്റ്റ് എടുക്കില്ല. മാസം കൂടിപ്പോയാൽ 1000 അല്ലെങ്കിൽ 1200 രൂപ. ഇത് 5000 രൂപ എന്ന് പറയുമ്പോൾ ഈ 5000 രൂപ എന്ന് പറയുമ്പോൾ ഭയങ്കര കൂടുതൽ തന്നെയാണ്. നമ്മൾ സാധാരണക്കാരെ കൊണ്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതായത് ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും എമർജൻസീസ് വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് എന്തെങ്കിലും കടം മേടിച്ചു അവർ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏതിൽ നിന്നെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എടുക്കും. അവസാനം ഫിനാൻഷ്യൽ ട്രാപ്പിലും ആകും, ആകെ ബുദ്ധിമുട്ടാകും. ഓക്കെ, അപ്പോൾ ഞാനിതെടുത്ത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതായത് നമുക്ക് വളരെ പലിശ കുറവിൽ നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ നമുക്ക് ട്രൂ ബാലൻസും ബ്രാഞ്ചും ഒക്കെ ഉണ്ട്. കൊള്ള പലിശയില്ലാതെ തീർച്ചയായിട്ടും ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ട്രൂ ബാലൻസ് എന്ന് പറയുന്നത്. ട്രൂ ബാലൻസിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ സിബിൽ അവർ എന്താ പറയുക, ഒരുവിധം സിബിലുള്ള ആൾക്കാർക്കും അവർ ലോൺ കൊടുക്കുന്നുണ്ട്. എമൗണ്ട് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ട്രൂ ബാലൻസ്. അതുകൊണ്ടാണ് ഞാൻ ട്രൂ ബാലൻസ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ ലോൺ എടുക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല, അത് ശ്രദ്ധിക്കുക. ആരും ലോൺ എടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ലോൺ എന്ന് വെച്ചാൽ ഒരു കെണിയാണ്. നമ്മളെ എന്താ പറയുക, നന്നാക്കാൻ വേണ്ടിയല്ല ഒരു ബാങ്കോ NBFC ലോൺ തരുന്നത്. തീർച്ചയായിട്ടും നമ്മളിൽ നിന്നുള്ള പൈസകൾ അവർക്ക് എന്താ പറയുന്നത് മേടിക്കാൻ, അവരുടെ പലിശ മേടിക്കാൻ തന്നെയാണ് അവർ ലോൺ തരുന്നത്. അല്ല, ആരും നമ്മളെ സഹായിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ, നിങ്ങൾക്കറിയാം 1 രൂപ പോലും നമ്മൾക്കാരും വെറുതെ തരില്ല. അതിനുള്ള പലിശയും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം ഇനി വരും സമയങ്ങളിൽ സിബിലിൻ്റെ അപ്ഡേഷൻ നമുക്ക് എന്താ പറയുക അനുകൂലമായി വരും. കാരണം എനിക്ക് തോന്നുന്നു സിബിൽ ഇപ്പോൾ ഒരു 2 3 മുടങ്ങിയവർക്കൊന്നും കുഴപ്പം വരില്ല. അല്ലെങ്കിൽ സിബിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സംഘടനകളെ ഏൽപ്പിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് നിയമം തീർച്ചയായിട്ടും വരും. കാരണം ഈ സിബിൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരന് സിബിൽ ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല തീർച്ചയായിട്ടും. അതുപോലെ നമ്മൾ സാധാരണക്കാർ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ഒരെണ്ണം മുടങ്ങിയിട്ടുണ്ട്, സിബിൽ കിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും എൻക്വയറി ഉണ്ട്, സിബിൽ കിട്ടില്ല, നിങ്ങൾ ഇത്രയും ഫിനാൻഷ്യൽ ചെക്ക് ചെയ്ത് നോക്കി, അതാണ് എൻക്വയറി എന്ന് പറയുന്നത്, അതുകൊണ്ട് സിബിൽ കിട്ടത്തില്ല, പിന്നെ ബാങ്കിങ് കുറവാണ്, ഇങ്ങനെയൊക്കെ കുറച്ച് എന്താ പറയുന്ന ഒരു വല്ലാത്ത രീതിയിൽ പറഞ്ഞ് ബാങ്കുകൾ നമ്മുടെ ലോൺ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെയാണ് ഇന്നത്തെ വാർത്തകളിലും മറ്റ് പ്രതിഷേധങ്ങളും കാര്യങ്ങളും അരങ്ങേറുന്നത്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിബിൽ കുറഞ്ഞ് ലോൺ കൊടുക്കുന്ന അല്ലെങ്കിൽ പലിശ കുറഞ്ഞ് ലോൺ കൊടുക്കുന്ന ആപ്പ് ഏതാണ്, നെഗറ്റീവ് സിബിൽ ചെയ്യുന്ന ആപ്പ് ഏതാണ്, അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സുകൾ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.